പ്രിയമുള്ളവരെ, അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ദാരുണമായ ആത്മഹത്യ നമ്മളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവിടുത്തെ സ്കൂൾ അധ്യാപകരെയും അതേപോലെ ആ സമൂഹത്തെ ഒരുപാട് വേദനയിലാഴ്ത്തിയ ഒരു സംഭവമാണ്. അവിടുത്തെ മിസ്സസിനെയും ക്ലാസ് ടീച്ചറായിരിക്കുന്ന ടീച്ചറെയും രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പല സ്കൂളുകളിൽ പോവുകയും പല അധ്യാപകരുമായിട്ടൊക്കെ അടുത്ത് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചില സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനിത് ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ മാത്രം വാക്കുകളല്ല, ബഹുമാനപ്പെട്ട കൃഷ്ണകുമാറിന്റെ ദ ടീച്ചർ ഈസ് വാക്കിംഗ് അവേ എന്നുള്ള ഒരു ആർട്ടിക്കിള് അതിനെ ആസ്പദമാക്കിക്കൊണ്ടും കൂടിയാണ് നിങ്ങളുമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സ്കൂളുകളിൽ വളരെ നിശബ്ദമായി എന്നാൽ അത്യന്തം വേദനാജനകമായ ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. ആ വിപ്ലവം അല്ലെങ്കിൽ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിപ്ലവത്തിന് ശബ്ദങ്ങളില്ല, മുദ്രാവാക്യങ്ങളില്ല, പക്ഷേ അതിന്റെ പ്രതിഫലനം ഓരോ കുട്ടിയുടെ ഭാവിയിലും തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അധ്യാപകർ തളർന്നു പോകുന്നു എന്നുള്ളതാണ്. ചിലർ സ്കൂളുകളിൽ നിന്ന് അപ്രത്യക്ഷരാകുകയാണ്. വേറെ ചില ആളുകൾ അവരുടെ ഉള്ളിൽ തന്നെ വളരെയധികം നിരാശാകുലരായി തീർന്നിരിക്കുകയാണ്. ഒരു സമൂഹം നിശബ്ദമായി തന്റെ അധ്യാപകരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുള്ള ചോദ്യം അതിതാണ്: എന്താണ് അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം? അതിന് പല ഘടകങ്ങളുണ്ട്. ഞാൻ ഓരോന്നോട്ട് നിങ്ങളുമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ബ്യൂറോക്രാറ്റിക് കുടുക്കുകൾ. ഇന്നത്തെ അധ്യാപകൻ ക്ലാസ് റൂമുകളിൽ ചെലവഴിക്കുന്നതിലധികം സമയം ചെലവഴിക്കുന്നത് ഫോം പൂരിപ്പിക്കുവാനും ഫോട്ടോ അയക്കുവാനും ഡേറ്റകൾ അപ്ലോഡ് ചെയ്യാനുമായിട്ടാണ്. ഫോട്ടോ എടുത്തോ, പ്രൂഫ് സമർപ്പിച്ചോ, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തോ, ഇതാണ് ഇന്നത്തെ അധ്യാപകന്റെ ഓരോ ദിവസത്തെയും അവർ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ അഥവാ ദിനചര്യ. കുട്ടികളുടെ മുഖം കാണാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. കമ്പ്യൂട്ടർ സ്ക്രീനാണ് ഇന്നത്തെ ബോർഡ്. പാഠപുസ്തകം തുറക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകൻ ഓൺ ചെയ്യുന്നത് ലാപ്ടോപ്പ് ആണ്. വിദ്യാഭ്യാസം ഇപ്പോൾ പാഠമല്ല, പ്രമാണമായി മാറിയിരിക്കുകയാണ്. ക്ലാസ്സിന് പകരം പോർട്ടലിൽ സബ്മിറ്റ് ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായ സാങ്കേതിക ആശ്രയമാണ്. ഡിജിറ്റൽ ബോർഡ് ഉണ്ട്, അതുകൊണ്ട് സ്കൂൾ നല്ലതാണ്. ഇതില്ലെങ്കിലോ ഇത് വളരെ മോശപ്പെട്ട സ്കൂളാണ്. ഇത് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ്. പക്ഷേ ടെക്നോളജി അധ്യാപകനെ സഹായിക്കുന്നോ അതോ അധ്യാപകനെ അടിമയാക്കുന്നോ എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഓരോ വിഷയത്തിനും ഓരോ ആപ്പ് വേണം, അഥവാ QR കോഡ് വേണം, ടൂൾ വേണം. വിഷയം എന്താണെന്ന്, കുട്ടികളുടെ പ്രായം എന്താണെന്നോ ഒന്നും ഇതിനൊരു കാര്യമേ അല്ല. ടെക്നോളജി വേണം, അത്രയേ ഉള്ളൂ. ഇതോടെ പഠനത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ മനുഷ്യബന്ധം മാഞ്ഞു പോകുന്നു. കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം സ്ക്രീനിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇന്നത് യന്ത്ര കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു, മനുഷ്യ കേന്ദ്രീകൃതമല്ലാതെ ആയിത്തീർന്നിരിക്കുന്നു. അധ്യാപകൻ ഇനി ഹൃദയത്തിൽ നിന്നല്ല പഠിപ്പിക്കുന്നത്, മൗസ് ക്ലിക്കിൽ നിന്നാണ്. മൂന്നാമത്തെ കാര്യം ഈവന്റ് മാനേജ്മെന്റിന്റെ അധ്യാപകൻ ആയി മാറിയിരിക്കുകയാണ് ഇന്നത്തെ സ്കൂളുകളിൽ. ഓരോ ദിവസവും ഓരോ ദിനാചരണം പോലെ ആയിരിക്കുകയാണ്. ഉദാഹരണത്തിന് യോഗ ദിനം, പരിസ്ഥിതി ദിനം, മാതൃഭാഷാ ദിനം, ഇങ്ങനെ ദിനങ്ങൾ മാത്രം ദിനം പ്രതി. ക്ലാസ് റൂം പാഠത്തിനല്ല, ഫോട്ടോ സെഷനുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമായി തീർന്നിരിക്കുന്നത്. പ്രിൻസിപ്പലും അധ്യാപകനും പാഠപുസ്തകം വായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇവന്റ് ഷെഡ്യൂൾ ആണ് അവർ വായിക്കുന്നത്. ഇപ്പോൾ വിജയം അളക്കുന്നത് പാഠത്തിന്റെ ആഴത്തിലല്ല, പക്ഷേ ബാനറിന്റെ ഭംഗിയിലും റിപ്പോർട്ടിന്റെ കട്ടിയിലുമാണ്. അധ്യാപകൻ പഠിപ്പിക്കുന്നില്ല, അവൻ അവതരിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം ഗ്രാമീണ അധ്യാപകരുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. ഒരു ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിൽ 2 അധ്യാപകരോ അല്ലെങ്കിൽ 3 അധ്യാപകരോ കൂടി വന്നാൽ 5 അധ്യാപകരോ കാണും. കുട്ടികളാണെങ്കിലോ 100 കണക്കിനും കാണും. പാഠം പഠിപ്പിക്കണം, മിഡ് ഡേ മീൽ നോക്കണം, അതേപോലെ തന്നെ സ്കോളർഷിപ്പ് കൈകാര്യം ചെയ്യണം, യൂണിഫോം വിതരണം ചെയ്യണം, റിപ്പോർട്ട് സമർപ്പിക്കണം. അവർക്ക് പഠിപ്പിച്ചോ എന്നാരും അവരോട് ചോദിക്കാറില്ല. പക്ഷേ ഡാറ്റ അപ്ലോഡ് ചെയ്തോ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും വരുന്നത്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഡാറ്റകളുടെ അപ്ലോഡിംഗ് ആണ് അവർക്കുള്ളത്. വിദ്യാഭ്യാസം ഇപ്പോൾ ഭരണപരമായ ദൗത്യമായി മാറിയിരിക്കുകയാണ്. അധ്യാപകൻ ക്ലാസ് മാസ്റ്റർ അല്ല, ഫീൽഡ് ഓഫീസറായി മാറിയിരിക്കുന്നു. അഞ്ചാമത്തെ കാര്യം മാനസിക സമ്മർദ്ദവും സ്വഭാഭിമാന നാശവുമാണ്.
ഒരിക്കൽ അധ്യാപകന്റെ വാക്ക് തന്നെ ഇങ്ങനെ തെളിവായിരിക്കും. ഇന്ന് ഓരോ കാര്യത്തിലും വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഫോട്ടോ വേണം, ഡോക്യുമെന്റ് വേണം, പ്രൂഫ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുകളിലുള്ള ആളുകള് അവരെ നിരീക്ഷിക്കുന്നു, രക്ഷിതാക്കൾ നിരീക്ഷിക്കുന്നു, വിദ്യാർത്ഥികൾ പോലും അധ്യാപകരെ നിരീക്ഷിക്കുകയാണ്. പക്ഷേ ആരും അധ്യാപകരെ മനസ്സിലാക്കുവാനായിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അധ്യാപകൻ മനുഷ്യനാണെന്നുള്ളത് പോലും പലരും മറന്നുപോകുന്നു. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം, രക്ഷിതാക്കളുടെ പ്രതീക്ഷ, മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ എല്ലാം ചേർന്ന് ഒരാളെ ഉള്ളിൽ നിന്ന് തന്നെ സ്വയമേ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകന്റെ ആത്മവിശ്വാസം പൊഴിഞ്ഞു വീഴും. അവൻ ഇപ്പോൾ സർവീസ് പ്രൊവൈഡർ മാത്രമായി മാറിയിരിക്കുന്നു. ബഹുമാനം അവന്റെ മേൽ ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അധ്യാപകരെ ബഹുമാനിക്കാൻ കുട്ടികൾ ശീലിക്കുന്നില്ല, കുട്ടികൾക്ക് അത് അറിയുകയുമില്ല. ആറാമത്തെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് സ്കൂൾ മനുഷ്യരായി വളരാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് സ്കൂൾ സിലബസ് പൂർത്തിയാക്കാനുള്ള ഒരു റേസ് ട്രാക്ക് ആയി മാറിയിരിക്കുകയാണ്. വിഷയങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷേ ചിന്ത, കരുണ, ബന്ധം ഇവയെല്ലാം കുറഞ്ഞു പോകുന്നു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഒരിക്കൽ വിശ്വാസത്തിന്റെ ഹൃദയമായിരുന്നത് ഇന്ന് ഡാറ്റയുടെയും ഡെഡ് ലൈനിന്റെയും അടിയിൽ അടിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അധ്യാപകനെ ഇപ്പോൾ സർവീസ് ഡെലിവറി ഏജന്റ് ആയിട്ട് മാത്രം കാണുകയാണ്. ബഹുമാനം തീരെയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവരുടെ മേലുള്ള വിശ്വാസം പോയിരിക്കുകയാണ്. പഠനം ഇപ്പോൾ പ്രദർശനമായി മാത്രം ബാക്കിയുണ്ട്. ഫലം എന്താണ്? അധ്യാപകൻ നമ്മളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപനം കുട്ടികളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ ജോലി ഉപേക്ഷിക്കുന്നു, വേറെ ചിലർ തുടരുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ശൂന്യതയാണ്. മറ്റുള്ളവർ മിണ്ടാതെ ഇതെല്ലാം സഹിച്ചും വഹിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് അധ്യാപകനാകാനുള്ള താല്പര്യം തന്നെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അവർ കാണുന്നത് തളർന്ന, നിരാശനായ, ബഹുമാനരഹിതനായ ഒരു അധ്യാപക വൃത്തി മാത്രമാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ നമുക്കൊരു ശബ്ദം മാത്രം കേൾക്കാൻ കഴിയും. അധ്യാപകൻ നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അധ്യാപകൻ ഇല്ലാതെയാകുന്നു. സ്കൂൾ നിലനിൽക്കുമെങ്കിലും അധ്യാപനം വളരെയധികം കഷ്ടത്തിലേക്ക് പോകുന്നു. പക്ഷേ വിദ്യാഭ്യാസം നഷ്ടപ്പെടും എന്നുള്ളത് ആര് മനസ്സിലാക്കാൻ? എന്താണ് ഇതിന്റെ പരിഹാരം? അധ്യാപകനെ വീണ്ടും നമുക്ക് വിശ്വസിക്കാം. ഒരു സമൂഹം വളരാൻ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അധ്യാപകനെ നിയന്ത്രിക്കേണ്ടതല്ല, പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നുള്ളത് നാം അറിയണം. സ്കൂളിന്റെ മധ്യബിന്ദു ഡേറ്റ അല്ല, മനുഷ്യരാണ്. അധ്യാപകർക്ക് സ്വാതന്ത്ര്യവും ബഹുമാനവും നമ്മൾ നൽകണം. അവർക്ക് റിപ്പോർട്ട് അല്ല, ഹൃദയം വായിക്കാൻ അവസരം നൽകണം. അധ്യാപകൻ സ്വതന്ത്രനായി ആത്മവിശ്വാസത്തോടെ കുട്ടികളോടൊത്ത് ചിരിക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം ജീവനോടെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെടുന്ന, നമ്മുടെ അധ്യാപകരെ നഷ്ടപ്പെടുന്നത് ഒന്നല്ല, പലരെ മാത്രമല്ല, ഒരു തലമുറയുടെ ഭാവിയെ തന്നെയാണ്. അധ്യാപകനെ ബഹുമാനിക്കുക എന്നത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. കാരണം അധ്യാപകൻ ഇല്ലാതെ സ്കൂൾ നിലനിൽക്കും, പക്ഷേ വിദ്യാഭ്യാസം നിലനിൽക്കുകയില്ല. Therefore, let us trust, respect and support the teacher, for when the teacher walks away, education itself disappears. നമുക്ക് അധ്യാപകനെ വിശ്വസിക്കാം, പിന്തുണയ്ക്കാം. അവൻ തിരികെ വരട്ടെ വിദ്യാഭ്യാസത്തിന്റെ ആത്മാവിനും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ഫോർവേഡ് ചെയ്യണം. നമ്മുടെ അധ്യാപകർക്ക് ഒരു പ്രചോദനമാകട്ടെ, വിദ്യാർത്ഥികൾക്ക് ഇത് പാഠമാകട്ടെ. നിങ്ങളുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും ഇത് പകർന്നു കൊടുക്കണമേ എന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കട ലക്ഷ്യം.